Chicherian, Bishop Vinod S. Kumar, Honorary Secretary of KCA, Sri Sibi, Sri Sergeant Burgess, former President of KCA, Reverend Gigi John Jacob, Treasurer, the Madhya Kerala Diocese, Sri Jacob Philip Mangudi, Higher Education Secretary, Bursar Cherian Thomas Sachin, Vice Principal Dr. Reno Jacob, Dr. Charles and Dr. Jackson, teachers of the Physical Education Department of CMS College Kottayam, members of KCA who have come, and members of the media family. A very warm welcome to this very, very unique day where CMS College and KCA are signing an MOU. My responsibility to welcome everyone who is gathered here, and it is with great joy I welcome you all to this very futuristic step. The college management and KCA are signing, and I'm hoping that this becomes beneficial for the entire college community, a larger Kottayam community, and for Kerala society as such. I hope by this intervention, much will be achieved by many, many sectors of the society. And welcome once again to each and every one of you who have gathered. Thank you so much. Diocesan Higher Education Board Secretary, College Bursar, College Vice Principal, KCA ഭാരവാഹികൾ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. CMS കോളേജ് എന്നും എല്ലാ മേഖലയിലും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. 208 വർഷങ്ങളാകുന്ന ഒരു കോളേജ് സാധ്യമാകുന്ന എല്ലാ വിധത്തിലും ഈ നാടിനും വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് കുട്ടികൾക്ക് പരമാവധി സാധ്യതകൾ ലഭ്യമാക്കുന്നതിന് ശ്രമിക്കുന്നു. പഠനത്തിൽ മാത്രമല്ല, പഠനം എന്നത് എക്സാം എഴുതുന്ന ഒരു മേഖല മാത്രമല്ല, ഒരു വ്യക്തിയുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, ഒരു വിദ്യാഭ്യാസം എന്ന് പറയും. അതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് സ്പോർട്സ്. കലാ കായിക മേഖലകളിലൊക്കെ CMS കോളേജ് പരമാവധി ശ്രദ്ധ ചെലുത്തുന്നു. എന്നാൽ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്ന് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ നാടിനും പ്രയോജനമാകത്തക്കവണ്ണം ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നതിനുള്ള ശ്രമം. അതിന്റെ പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ ഡ്രാഫ്റ്റായി. കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി അതിനെപ്പറ്റി പഠിച്ചു. സഭയുടെ രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷിബ തരകനെ അത് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ ഏൽപ്പിച്ചു. രജിസ്ട്രാറുടെ റിപ്പോർട്ട് ലഭിച്ച അനുസരിച്ച് ചെറിയ കറക്ഷൻസ് ഉള്ളതൊക്കെ വരുത്തി കഴിഞ്ഞ മാനേജ്മെന്റ് കമ്മിറ്റി അതിന് ഫൈനൽ അപ്രൂവൽ നൽകി. ഇതൊരു ലോങ് ടേം എഗ്രിമെന്റ്, 30 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എഗ്രിമെന്റിലേക്ക് പ്രവേശിക്കുന്നതിനാണ് മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ പ്രയോജനം ഈ നാടിന് മുഴുവൻ ലഭിക്കുന്നുണ്ട്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ.
ക്രിക്കറ്റ് ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടികൾ എക്സ്പെൻസ് വരുന്നു. KCR പ്രോജക്റ്റ് ഏറ്റെടുക്കാം എന്ന് സമ്മതിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഏതാണ്ട് 9.5 crores ഈ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കോട്ടയത്തിന് സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുക. അതുകൊണ്ട് ഈ ദൗത്യം ഏറ്റവും ഫലകരമായി തീരുന്നതിന് മുഖാന്തരമാണ്. കേരളത്തിന് മൊത്തത്തിൽ സന്തോഷവും അതോടൊപ്പം ഒരല്പം വിഷമമുള്ള ഒരു ദിവസം കൂടെയാണ് ഈ ദിവസങ്ങൾ. രഞ്ജി ട്രോഫി നമ്മുടെ കയ്യിലെത്തി എന്ന് കരുതിയ ഒരു സമയം കൂടിയാണ്. അതിൽ തന്നെ എല്ലാ ഗെയിമിലും നമുക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മൾ ഈ മേഖലയിൽ കൊടുക്കുന്ന പ്രാധാന്യത, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിനെടുക്കുന്ന ശ്രദ്ധ, ഇതെല്ലാം ഏറെ പ്രശംസനീയം. അതുകൊണ്ട് ഈ ഒരു പുതിയ എഗ്രിമെന്റിലേക്ക് കോളേജും KCAയും എത്തിച്ചേരുമ്പോൾ ഏറെ പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മാനേജ്മെന്റ് കമ്മിറ്റി മാറും, ഈ ബിഷപ്പ് മാറും, ഈ പ്രിൻസിപ്പൽ മാറും, ആളുകളൊക്കെ മാറും. എന്നാൽ ഈ നാടിന് പ്രയോജനകരമായി ഇത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മയും നേരുന്നു. എൻ്റെ വാക്കിൽ